ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നജ്ം 23 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് പുതിയ പാഠമായി നാം ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻ ഹിയ, ഇതിൽ വരുന്ന സാക്കിനായ നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൻ ഹിയ ഇല്ല, ഈ പദത്തിന്റെ അന്ത്യത്തിലെ അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അടുത്ത പദത്തിന്റെ ആദ്യത്തിലായി ഹംസ വരുന്നു എന്നതിനാൽ അൽ മദ്ദുൽ മുൻഫസിൽ എന്ന ജായിസ ദീർഘം നൽകാം. ഇല്ല അസ്മാഉൻ, അസ്മാഉൻ എന്ന പദത്തിൽ വരുന്ന ദീർഘം അൽ മദ്ദുൽ മുത്തസിൽ എന്ന വാജിബായ ദീർഘമാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ശേഷം ഹംസയും ഒറ്റ പദത്തിലായിക്കൊണ്ട് വരുന്നു എന്നതാണ് ഈ ദീർഘം ഉണ്ടാകുവാനുള്ള കാരണം. മുത്തസിൽ എന്നാൽ ചേർന്നു വന്നത് എന്നർത്ഥം. അസ്മാഉൻ സമ്മൈതുമൂഹ, ഇതിൽ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്മാഉൻ സമ്മൈതുമൂഹ, സമ്മൈതുമൂഹ എന്ന പദത്തിലെ ഷദ് നൽകപ്പെട്ട മീം മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം നൽകാവുന്നതാണ്. സമ്മൈതുമൂഹ അൻതും, അൻതും ഈ പദത്തിലെ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അൻതും, പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വാവിന് മുമ്പിലായത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. അൻതും വആബാഉകും, ഇതിലും വരുന്ന ദീർഘം ആബാഉകും എന്ന പദത്തിൽ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകൽ നിർബന്ധമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഒറ്റ പദത്തിലാണ് അലിഫും ശേഷം ഹംസയും വന്നു എന്നതുകൊണ്ടാണ് ഈ ദീർഘമുണ്ടാകുന്നത്. പദത്തിന്റെ അന്ത്യത്തിലെ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈനി സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ലയിപ്പിക്കൽ നൽകി വആബാഉകും മാ അൻസലല്ലാഹ്, ഈ അലിഫിനെയും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻസല ഈ പദത്തിലും സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അല്ലാഹു, ഇതിലെ ഇസ്മുൽ ജലാല ലാമും അലിഫും രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. അല്ലാഹു. മിൻ സുൽത്താൻ, സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ത്വാഉം അലിഫും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. സുൽത്താൻ. എന്നാൽ ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇതുവരെ നാം പാരായണം ചെയ്ത ഈ ഭാഗത്തിലുള്ള എല്ലാ അക്ഷരങ്ങൾക്കും തഫ്ഖീമിന് പകരം തർക്കീഖാണ് നൽകുക. ഒന്നിനും തഫ്ഖീം വന്ന് പോവരുത്, സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയും സുൽത്താൻ എന്നതിലെ ത്വാഉം അതിൻ്റെ അലിഫും, ഇതല്ലാതെ എല്ലാം തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണെന്നർത്ഥം. യത്തബിഊന, സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്നഹ് നാഖിസ് നൽകി ഭാഗികമായി യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. യത്തബിഊന ഇല്ലദ്ദന്ന, നൂൻ മുഷദ്ദദ ഷദ് നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിന്റെ അളവിൽ മണിക്കണം. വമാ തഹ്വൽ അൻഫുസ്, അൽ അൻഫുസ് ഇതിൽ വരുന്ന സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അദ്ദന്ന എന്ന് പറയുമ്പോൾ ളാഇന് തഫ്ഖീം നൽകണം. ളാഇനെ പെരുപ്പിച്ച് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വലഖദ്, ഇതിൽ ഖാഫിന് തഫ്ഖീം നൽകേണ്ടതാണ്. ദാലിന് ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് സുക്കൂൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. വലഖദ് ജാഅഹും, ദീർഘം നൽകൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ് 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക.
മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ജഅഹും മിൻ, ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ലയിപ്പിക്കൽ നൽകി ഉച്ചരിക്കുക. മിർ റബ്ബിഹിം, സാക്കിന നൂൻ ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകണം. മിർ റബ്ബിഹിമുൽ ഹുദ. എം ലിൽ ഇൻസാൻ, എം എന്ന പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലിൽ ഇൻസാനി, ഇതിൽ വരുന്ന സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ലിൽ ഇൻസാനി. മാ തമന്ന, നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ഫലില്ലാഹി അൽ ആഖിറതു, ഖാ റാ, ഇതൊക്കെ ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഖാഇന് കുറഞ്ഞ തഫ്ഖീം മതി, കസ്റായതിനാൽ റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. വൽ ഊല, ഊല ഊല പറയത് വൽ ഊല. വകം മിൻ മലക്, സാക്കിന മീം ശേഷമുള്ള മീമിലും മിൻ എന്നതിലെ സാക്കിന നൂൻ ശേഷമുള്ള മീമിലും ഇവിടൊക്കെ ഇദ്ഗാം ചെയ്ത് മണിക്കേണ്ട ഭാഗങ്ങളാണ്. മീമിനെ മീമിൽ ലയിപ്പിക്കുക, ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നും പേര് പറയാം. എന്നാൽ നൂനിനെ മീമിൽ ലയിപ്പിച്ച് മണിക്കുക, ഇദ്ഗാം ബിഗുന്ന കാമിൽ. വകം മിൻ മലക്, മലകിൻ ഫിസ് സമാവാത്ത്, തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലാ തുഗ്നി ശഫാഅതുഹും, ലാ തുഗ്നി, ഗൈന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ, സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഷൈഅൻ ഇല്ല, തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ ഇല്ല. മിൻ ബഅദി, സാക്കിന നൂൻ ഇഖ്ലാബ് ചെയ്ത് സാക്കിന മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. മിൻ ബഅദി അൻ യഅ്ദന, സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. അൻ യഅ്ദന. അല്ലാഹു തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ലാമും അലിഫും ശ്രദ്ധിക്കുക. ലിമൻ യശാഉ, സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശേഷമുള്ള യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. യശാഉ, ദീർഘം നൽകൽ നിർബന്ധമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. മദ് മുത്തസിൽ വാജിബ്, അലിഫും ശേഷം ഹംസയും ഒറ്റപ്പദത്തിൽ വന്നു എന്നതാണ് ഈ ദീർഘത്തിൻ്റെ കാരണം. വയർദാ, റാ ദ്വാദ്, ദ്വാദിൻ്റെ അലിഫ്, ഇതിനൊക്കെ തഫ്ഖീം നൽകണം. വയർദാ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى أم للإنسان ما تمنى فلله الآخرة والأولى وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله
بعد أن يأذن الله لمن يشاء